പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവജനമേ, ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹത്താൽ നമ്മളെ വീണ്ടും ഈ വലിയ ദൈവരാജ്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി ചേർത്തിരുത്തിയിരിക്കുകയാണ്. കർത്താവിന് എന്നെയും നിങ്ങളെയും അത്രമേൽ സ്നേഹമുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ കിങ്ഡം ഓഫ് ഗോഡ് എന്ന വലിയ ശുശ്രൂഷ. കർത്താവിന് നമുക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, ഈ ശുശ്രൂഷ സമയത്ത് പ്രത്യേകമായിട്ട് നമ്മുടെയൊക്കെ വ്യക്തിപരമായ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് ഇടപെടാൻ ആഗ്രഹിക്കുകയാണ്. ചില കാര്യങ്ങളെ ഒന്ന് ക്രമീകരിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ഇടപെടാൻ ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷയാണ്. ആയതിനാൽ ഈ ശുശ്രൂഷയ്ക്ക് അല്പം ഗൗരവം കൊടുത്തുകൊണ്ട് തന്നെ നിങ്ങൾ പങ്കെടുക്കണേ. പല കാര്യങ്ങളിൽ ശുശ്രൂഷയിലായിരിക്കാം നിങ്ങൾ, പക്ഷേ ഈ ശുശ്രൂഷ സമയത്ത് ഇതിനോട് ബന്ധപ്പെട്ട് പ്രാർത്ഥനയും ശ്രദ്ധയും ഉണ്ടായിരിക്കാൻ ശ്രദ്ധിക്കുക. സാധിക്കുന്നവരൊക്കെ ബൈബിളൊക്കെ എടുത്ത് വചനമൊക്കെ എഴുതി പഠിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. നമുക്കെല്ലാവർക്കും ഈ ശുശ്രൂഷയുടെ ആരംഭ സമയത്ത് 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കാം. കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യേകിച്ച് നീ ചിന്തിക്കുക, നിന്റെ ജീവിതത്തിൽ നിന്നെ ഇഷ്ടമല്ലാത്തവർ ആരെങ്കിലും ഉണ്ടോ? നിനക്കിഷ്ടമല്ലാത്തവർ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ആ മേഖലകളെ പ്രത്യേകം നമ്മുടെ ബന്ധങ്ങളെ സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ അനുദിന ജീവിതത്തിൽ ചില ബന്ധ തകർച്ചകൾ നമുക്ക് വലിയ ഭാരമുണ്ടാക്കുന്നുണ്ടാവും. ചിലർക്ക് നമ്മളെ ഇഷ്ടമല്ല, അവരുടെ പെരുമാറ്റങ്ങൾ നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്നു, അവരുടെ വാക്കുകൾ നമ്മളെ വേദനിപ്പിക്കുന്നു എന്നുള്ളത് പോലെ തന്നെയാണ് നമുക്കും ചിലരെ ഇഷ്ടമല്ല. ചിലരുടെ നടപ്പ്, ചിലരുടെ സംസാരം, ചിലരുടെ പ്രവൃത്തികൾ നമ്മളെ വല്ലാണ്ട് വിഷമിപ്പിക്കുന്നു. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി, കർത്താവെ, ഞങ്ങളുടെയൊക്കെ സ്വഭാവ രീതികളെ സമർപ്പിക്കുന്നു. കർത്താവിൻ്റെ ആത്മാവ് ഞങ്ങൾക്ക് സ്നേഹം നൽകി വിശുദ്ധീകരിക്കണമേ. കാനായിലെ വിവാഹ വിരുന്നിൽ വെള്ളം വീഞ്ഞാക്കിക്കൊണ്ട് ആ കുടുംബത്തിൻ്റെ മേൽ വലിയ അഭിഷേകം ചൊരിഞ്ഞ ദൈവത്തിൻ്റെ ആത്മാവ് ഇപ്പോൾ ഈ പ്രാർത്ഥന ശുശ്രൂഷ സമയത്ത് ഞങ്ങളുടെ മേലും അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കട്ടെ. പരിശുദ്ധാത്മാവേ, അങ്ങാണ് ലഹരി. കർത്താവേ, അങ്ങയുടെ സ്നേഹമായ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മേൽ വെളിപ്പെടട്ടെ. എല്ലാവരും സ്വരമുയർത്തി നാവ് തുറന്ന് പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. ആത്മാവിന്റെ ശക്തി വെളിപ്പെടട്ടെ. എല്ലാ തടസ്സങ്ങളെയും പരിശുദ്ധാത്മാവ് എടുത്തു മാറ്റുന്നു. ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ ശക്തി ദൈവ മക്കളിലേക്ക് വെളിപ്പെടട്ടെ. ആരാധന 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 ആരാധന. കർത്താവേ, സ്തുതിക്കുന്നു. ആമേൻ. കർത്താവേ, മഹത്വം. കൈകളടിച്ച് കൊടുങ്കാറ്റിൻ വേഗത്തിൽ അഗ്നിജ്വാല പോലെ വന്ന പാവനാത്മാവേ, നിന്നിൽ വിശ്വസിക്കുന്ന ഈ സമൂഹത്തിൽ നീ അനുഗ്രഹമഴയായി പെയ്തിറങ്ങണേ. കൊടുങ്കാറ്റിൻ വേഗത്തിൽ അഗ്നിജ്വാല പോലെ വന്ന പാവനാത്മാവേ, നിന്നിൽ വിശ്വസിക്കുന്ന ഈ സമൂഹത്തിൽ നീ അനുഗ്രഹമഴയായി പെയ്തിറങ്ങണേ. നിറയണമേ, നിറയണമേ, കവിയണമേ, കവിഞ്ഞൊഴുകണമേ. നിറയണമേ, നിറയണമേ, കവിയണമേ, കവിഞ്ഞൊഴുകണമേ. നിറയണമേ, നിറയണമേ, കവിയണമേ, കവിഞ്ഞൊഴുകണമേ. ഇപ്പോൾ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തികളിലും അത്ഭുതകരമായ ദൈവശക്തി വെളിപ്പെടട്ടെ. പരിശുദ്ധാത്മാവേ, ഞങ്ങളിലൊക്കെ അത്ഭുതകരമായിട്ട് വെളിപ്പെടട്ടെ. ആരാധന 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 ആരാധന. ഓ ദൈവത്തിന്റെ ആത്മാവേ, ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളില് അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കട്ടെ. ആരാധന 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 ആരാധന. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈകളൊക്കെ കൂപ്പി സന്തോഷത്തോടെ പറഞ്ഞ് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും സ്വസ്ഥമായിട്ടിരിക്കാം. നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ വചനം പഠിച്ച് പ്രാർത്ഥിക്കുന്ന വലിയ ഒരു അഭിഷേക ശുശ്രൂഷയാണ്. ആയതിനാൽ വലിയ സ്നേഹത്തോടു കൂടിയാണ് നമ്മൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത്. ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കാനാണ് എന്നോട് പറഞ്ഞത്. ആ ചോദ്യം ഇതാണ്:
നിങ്ങൾക്ക് ആരെയെങ്കിലും ഇഷ്ടമല്ലാത്തവരായിട്ടുണ്ടോ? ചോദ്യം കേട്ടോ. നിങ്ങൾക്ക് ആരെയെങ്കിലും ഇഷ്ടമല്ല, അങ്ങനെയുള്ളവരുണ്ടോ? ഉണ്ടോയെന്ന്. എൻ്റെ ദൈവമേ, എന്തോരം പേരെയാണല്ലേ നമുക്കിഷ്ടമല്ലാത്തത്. അടുത്തൊരു ചോദ്യം കൂടെ ഉണ്ടേ. ചോദ്യം എന്നാണെന്നറിയാവോ? അതായത് നിങ്ങളെ ഇഷ്ടമല്ലാത്തവരുണ്ടോ? നിങ്ങളെ ഇഷ്ടമല്ലാത്തവരുണ്ടോ? ഇത് ഞാൻ ഇപ്പോൾ എന്നോട് തന്നെ ചോദിക്കുന്നൊരു ചോദ്യമാണ്. നിങ്ങൾ ഓരോരുത്തരും സ്വയം ചോദിക്കുക. നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്തവരും നിങ്ങളെ ഇഷ്ടമല്ലാത്തവരുമായ ഒത്തിരി പേരുണ്ടെന്ന്. ഇവരെ നിങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു? അത് വലിയ ഒരു കാര്യമാണല്ലേ. ഇതെങ്ങനെ കൈകാര്യം ചെയ്യുന്നു? ഒന്ന് ചിന്തിച്ച് നോക്കി. എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? മിക്കവാറും നമ്മുടെ സമാധാനം മുഴുവൻ നഷ്ടമാവുന്നത് ഈ കൈകാര്യം ചെയ്യുന്നതിലുള്ള അപാകത കൊണ്ടാണ്. ഞാൻ 1-2 മേഖലകളൊന്ന് പറയാം. ഒന്ന്, ഒരു ഭാര്യയും ഭർത്താവുമാണ്. കല്യാണം കഴിഞ്ഞിട്ട് 25 വർഷം കഴിഞ്ഞു. ഭാര്യ എന്നോട് പറഞ്ഞു, എൻ്റെ ഒന്നച്ചാ, എനിക്ക് ഇതുവരെയായിട്ട് ഈ മനുഷ്യനെ ഒന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. 25 വർഷം കഴിഞ്ഞു. അച്ഛാ, ഇയാൾക്കുണ്ടല്ലോ എന്നെ അങ്ങോട്ട് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ലെന്നാണ് തോന്നുന്നത്. എന്നെ ഒന്ന് ചേർത്ത് പിടിക്കണ്ടേ, എന്നെ ഒന്ന് സ്നേഹിക്കണ്ടേ, ഇതൊന്നുമില്ല അച്ഛാ. ഒരു പ്രത്യേക സ്വഭാവം. എന്നിട്ട് ഈ സ്ത്രീ പറഞ്ഞത് ഇങ്ങനെയാണ്, അച്ഛാ, വെട്ടുപോത്തിൻ്റെ സ്വഭാവം. ഇയാളെ ഞാനിതെങ്ങനെ സ്നേഹിക്കുമെന്ന് അച്ഛൻ പറയണേ. എത്ര വർഷം കഴിഞ്ഞു? 25 വർഷം കഴിഞ്ഞു. 3 കുട്ടികളുണ്ട്. ജീവിതം അടുത്ത തലത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുക. ഇപ്പോഴും അസ്വസ്ഥതയാണ്. ഭാര്യയുടെ ചോദ്യം ഇതാണ്, എങ്ങനെ ഞാൻ ഇയാളെ ഇഷ്ടപ്പെടും, എങ്ങനെ ഞാൻ ഇയാളെ സ്നേഹിക്കും? ഞാൻ ഒരു കോൺവെൻറ്റിൽ സിസ്റ്റേഴ്സിന് വേണ്ടി മാസധ്യാനം, അവർക്ക് എല്ലാ മാസവും ശുശ്രൂഷയുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെന്ന് അവിടെ അവർക്ക് വേണ്ടിയിട്ട് വചനം പങ്കുവച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് അല്പസമയം ദേവാലയത്തിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ കോൺവെൻറ്റിലെ മുതിർന്ന സിസ്റ്റർ, നല്ല പ്രായമുണ്ട്, വലിയൊരു സോഷ്യൽ ആക്ടിവിസ്റ്റാണ്. സിസ്റ്റർ വന്നിട്ട് പറഞ്ഞു, അച്ഛോ, ഞാൻ വലിയൊരു ധർമ്മസങ്കടത്തിലാണ്. കാരണം ഈ കോൺവെൻറ്റിൽ തന്നെ എനിക്കിപ്പോൾ ഒരു ജൂനിയർ സിസ്റ്ററിനെ സഭ ഏൽപ്പിച്ചിട്ടുണ്ട്. എൻ്റെ സെക്രട്ടറിയാണ്. പക്ഷേ അച്ഛാ, ആ സിസ്റ്ററിനോട് ചേർന്ന് പോകാൻ പറ്റുന്നില്ല. അച്ഛാ, ഞാൻ പറയണതൊന്നും മനസ്സിലാവുന്നില്ല. അത് ന്യൂജൻ സിസ്റ്ററാണ്, എപ്പോഴും മൊബൈൽ ഫോണിലൊക്കെയാണ്. അച്ഛാ, എൻ്റെ ഭാഷ എല്ലാ സിസ്റ്ററിനും മനസ്സിലാവുന്നില്ല. ഞാൻ വലിയ ധർമ്മസങ്കടത്തിലാണ്. ഞാൻ എന്ത് ചെയ്യും? അപ്പോൾ ചോദ്യം കുടുംബത്തിൽ മാത്രമല്ല, കോൺവെൻറ്റിൽ. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു ധ്യാന കേന്ദ്രം, കേരളത്തിലെ അറിയപ്പെടുന്നൊരു ധ്യാന കേന്ദ്രത്തിൽ ശുശ്രൂഷകർക്ക് വേണ്ടി ഒരു ധ്യാനം. അവിടെ ചെന്നപ്പോൾ ശക്തനായ ഒരു അൽമായ ശുശ്രൂഷകൻ പറഞ്ഞു, അച്ചോ, ഞാനാണ് ഈ ധ്യാന കേന്ദ്രത്തിൽ എല്ലാ ദിവസവും ആദ്യത്തെ ക്ലാസ് എടുക്കുന്നത്. ദൈവസ്നേഹത്തെക്കുറിച്ച് വർഷങ്ങളായിട്ട് ക്ലാസ് എടുക്കുന്ന ശക്തനായ ഒരു അൽമായ ശുശ്രൂഷകനാണ്. അച്ഛാ, ഞാൻ വലിയ സങ്കടത്തിലാണ്. ഞാൻ പറഞ്ഞു, എന്തു പറ്റി? അച്ഛാ, എന്നെക്കുറിച്ച് ഈ ധ്യാന മന്ദിരത്തിൽ ചിലർ ഇല്ലാ കഥകൾ പറഞ്ഞ് എൻ്റെ പേര് അപമാനിക്കുന്നു, എന്നെ വിഷമിപ്പിക്കുന്നു. അച്ഛാ, ഞാൻ വലിയ സങ്കടത്തിലാണ്. ഞാൻ ഈ ശുശ്രൂഷ നിർത്തിപ്പോയാലോ എന്ന് ചിന്തിക്കുകയാണ്. വേണ്ട, എനിക്കിവരുടെ മുഖം കാണുമ്പോൾ എങ്ങനെ ദൈവസ്നേഹം പറയാൻ തോന്നും? അച്ഛാ, ഞാൻ വലിയ ഭാരത്തിലാണ്, പറ്റുന്നില്ല. അത് ധ്യാന കേന്ദ്രത്തിൽ ഞങ്ങൾ അച്ഛന്മാർ, പ്രത്യേകിച്ച് ഞങ്ങളുടെ ബാച്ചിലുള്ളവർ കഴിഞ്ഞ നാളിൽ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ കൊച്ചുവർത്തമാനങ്ങളൊക്കെ പറയുന്നു. സ്നേഹം പങ്കിടുമ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും വിശുദ്ധനായ ഒരു വൈദികൻ, അദ്ദേഹം ഒരു ഇടവകപ്പള്ളിയിൽ വികാരിയച്ഛനൊക്കെ ആയിട്ടിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, എൻ്റെ കൂട്ടുകാരെ, ഞാൻ വലിയ വിഷമത്തിലാണ്. അപ്പോൾ എല്ലാവർക്കും അത്ഭുതം, കാരണം ഏറ്റവും വിശുദ്ധനായിട്ടുള്ള വൈദികനാണ്. എന്താ നിൻ്റെ സങ്കടം? ഇടവകയിൽ 230 കുടുംബങ്ങളുണ്ട്, ചെറിയ ഇടവകയാണ്. പക്ഷേ അച്ഛാ, ഈ കുടുംബങ്ങൾ കൂട്ടായ്മയിൽ ഒരു 3-4 പേര്, ഒരു 3-4 കുടുംബങ്ങളിലെ 3-4 വ്യക്തികൾ എനിക്കെതിരെ ഇല്ലാ കഥകൾ പറഞ്ഞ് വാട്സപ്പിലും ഫേസ്ബുക്കിലും എന്നെക്കുറിച്ച് കഥകളുണ്ടാക്കി പരിപ്പരിപ്പിക്കുന്നു. ഞാൻ മടുത്തു. ഞാൻ ഈ ഇടവകയിൽ കിടന്ന് ഇത്രയും കഷ്ടപ്പെട്ടതല്ലേ, എൻ്റെ ജീവിതം മുഴുവനായി ഇടവകക്കാർക്ക് കൊടുക്കുന്നതല്ലേ, എന്നിട്ട് എന്നെക്കുറിച്ച് ഇങ്ങനെ പറയാവോ? എന്നെ വിഷമിപ്പിക്കുന്നു. ഞാൻ മടുത്തു. ഞാൻ ഇനി നിർത്തി. ഇടവക ഭരണം വേണ്ട. പ്രിയപ്പെട്ടവരെ, പ്രശ്നം ഇടവക വികാരിയച്ഛനും, പ്രശ്നം ധ്യാന കേന്ദ്രത്തിലും, പ്രശ്നം കോൺവെൻറ്റിലും, പ്രശ്നം കുടുംബത്തിലും. ഞാനിത് പറയുമ്പോൾ ഞാൻ ഓർക്കുന്നത് എൻ്റെ സെമിനാരി പഠന കാലഘട്ടം. സെമിനാരി ചേർന്ന ആദ്യത്തെ വർഷം 28 ബ്രദേഴ്സ്
പല സ്വഭാവക്കാർ, പല സ്ഥലങ്ങളിൽ നിന്നുള്ളവരും. ഈ 28 പേരിൽ ഒരു ബ്രദർ, ആ ബ്രദറിൻ്റെ നടപ്പ്, ആ ബ്രദറിൻ്റെ സംസാരം എനിക്കിഷ്ടമേ അല്ല. എന്നോടൊന്നും ആ ബ്രദർ ചെയ്തിട്ടില്ല, പക്ഷേ എന്താണെന്ന് അറിഞ്ഞുകൂടാ. ആ ബ്രദർ നടക്കുന്നത് കാണുമ്പോൾ എനിക്ക് ചൊറിഞ്ഞു വരും, എനിക്ക് അസ്വസ്ഥത വരും. ആ ബ്രദറിൻ്റെ സംസാരം ഇഷ്ടമല്ല, പ്രസൻസ് ഇഷ്ടമല്ല, വല്ലാത്ത ഭാരം. ഞാൻ ഈ ഭാരവുമായിട്ട് സെമിനാരിയിൽ സ്പിരിച്വൽ ഫാദറുണ്ട്, ആധ്യാത്മിക ഉപദേശം നൽകുന്ന പ്രിയപ്പെട്ട അച്ഛൻ്റെ മുമ്പിൽ ചെന്നു. ഞാൻ പറഞ്ഞു, അച്ചോ, ഞാൻ വലിയ വിഷമത്തിലാണ്. ഇന്ന ഒരു ബ്രദറിനെ കാണുമ്പോൾ എനിക്ക് വലിയ വിഷമം, എനിക്ക് വലിയ ഭാരം, ഞാൻ എന്ത് ചെയ്യും? അപ്പോൾ അച്ഛൻ പറഞ്ഞു, വിഷമിക്കേണ്ട. ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം ശ്രദ്ധിക്കേണ്ട ഒരു വചനഭാഗമുണ്ട്, അത് വായിച്ച് പ്രാർത്ഥിക്കുക. സെന്റ് ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ 6, 12 മുതലുള്ള വചനം നമുക്ക് വളരെ പരിചിതമായിട്ടുള്ള ഒരു വചനഭാഗമാണ്. ആ ദിവസങ്ങളിൽ അവൻ പ്രാർത്ഥിക്കാനായി ഒരു മലയിലേക്ക് പോയി. അവിടെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് രാത്രി മുഴുവൻ ചെലവഴിച്ചു. പ്രഭാതമായപ്പോൾ അവൻ ശിഷ്യന്മാരെ അടുത്ത് വിളിച്ച് അവരിൽ നിന്നും 12 പേരെ തിരഞ്ഞെടുത്ത് അവർക്ക് അപ്പസ്തോലന്മാർ എന്ന് പേര് നൽകി. ഇതാണ് വചനഭാഗം. തുടർന്ന് ശിഷ്യന്മാരുടെ പേരാണ് 12 എണ്ണം. രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചിട്ട് ഈശോ 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു. എൻ്റെ സ്പിരിച്വൽ ഫാദർ, ആത്മീയ ഉപദേഷ്ടാവ് എന്നോട് പറഞ്ഞു, ബ്രദർ പോയിട്ട് ഈ ശിഷ്യന്മാരെക്കുറിച്ച് വായിക്കൂ, അവരെക്കുറിച്ച് പഠിക്കൂ, എന്നിട്ട് വരാൻ പറഞ്ഞു. 2 മാസത്തെ സമയം തന്നു. ഈ സമയത്തിനുള്ളിൽ ഇവരെക്കുറിച്ച് ചെറുതായിട്ടൊക്കെ അന്നത്തെ അറിവിൽ വായിച്ചപ്പോൾ അവരെക്കുറിച്ച് മനസ്സിലായി. അവർ മുക്കുവരാണ്, അവർക്ക് വിദ്യാഭ്യാസമില്ല, അങ്ങനെ പല കാര്യങ്ങളും മനസ്സിലായി. പ്രിയപ്പെട്ടവരെ, ഞാൻ അച്ഛൻ്റെ അടുക്കെ ചെന്നപ്പോൾ അച്ഛൻ പറഞ്ഞു, അതേ, അവരുടെ തൊഴിലല്ല, മറിച്ച് അവരുടെ സ്വഭാവം പഠിക്കണം, അവരുടെ സ്വഭാവം പഠിക്കണം. പ്രിയപ്പെട്ടവരെ, വർഷങ്ങളെടുത്തു പിന്നീട് ഈ ഒരു ആത്മീയ രഹസ്യം മനസ്സിലാക്കാൻ. അതായത് പത്രോസിൻ്റെ സ്വഭാവം ദേഷ്യക്കാരൻ, എടുത്തുചാട്ടക്കാരൻ. മത്തായി ചുങ്കക്കാരൻ, ചുങ്കം പിരിക്കുന്നവൻ, റോമാക്കാർക്ക് വേണ്ടി. മറ്റൊരുത്തൻ ഹെബ്രായ വംശജനുണ്ട്, അവൻ നക്സലേറ്റ് ഉണ്ട്, അല്ലേ, തീവ്രവാദിയുണ്ട്, തീവ്രവാദി. ആർക്ക് വേണ്ടിയാ? ഹെബ്രായ വംശജർക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നവൻ. എന്ന് പറഞ്ഞാൽ ആരവൻ്റെ ശത്രു? റോമാക്കാരൻ ശത്രുവാണ്. അപ്പോൾ ഈ 12 എണ്ണത്തിൽ ഒരുത്തൻ മറ്റൊരുത്തനെ കണ്ടാൽ എപ്പോൾ വേണമെങ്കിലും വാളെടുത്ത് വീശാം. ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ നമ്മുടെ യോഹന്നാനുണ്ട്, പിന്നെ നമ്മുടെ യൂദാസ്കറിയാത്തയുണ്ട്. 12 എണ്ണം, 12 സ്വഭാവം. യോഹന്നാൻ്റെയൊക്കെ സ്വഭാവം നമുക്കറിയാമല്ലോ. പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് യോഹന്നാൻ നല്ലവൻ, പുണ്യവാളൻ. അത്ര വലിയ പുണ്യവാളനൊന്നുമല്ല. കാരണം വചനമൊക്കെ വായിച്ചു വരുമ്പോൾ ചില വചനഭാഗങ്ങളിൽ യോഹന്നാനെക്കുറിച്ച് കൃത്യമായിട്ട് എഴുതിയിട്ടില്ലേ? അതായത് സമരിയാക്കാരുടെ ദേശത്തുകൂടെ പോകുമ്പോൾ സമരിയാക്കാരെ സ്വർഗത്തിൽ തീ ഇറങ്ങി ഇവരെ നശിപ്പിക്കട്ടെ എന്ന് പറഞ്ഞ് യോഹന്നാൻ. ഒരുത്തൻ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഇവർ യോഹന്നാൻ ചെന്ന് തടഞ്ഞു. അപ്പോൾ ഈശോ പറഞ്ഞു, തടയേണ്ട, അല്ലേ എന്ന് പറഞ്ഞാൽ യോഹന്നാൻ്റെ സ്വഭാവ രീതികളൊക്കെ ഏകദേശം മനസ്സിലാവുന്നുണ്ടല്ലോ. ഈശോയുടെ വലതും ഇടതും ഇരിക്കാൻ ആഗ്രഹിച്ച യോഹന്നാൻ. ഞങ്ങൾ ബാക്കിയുള്ളവർ എവിടെ വേണമെങ്കിലും ഇരുന്നോ, എനിക്ക് വിഷയമില്ല. പ്രധാനമന്ത്രിയുടെ വലതും ഇടതും, ധനകാര്യം, ആഭ്യന്തരം ഞങ്ങൾക്ക് വേണം. എൻ്റെ സ്ഥാനം, എൻ്റെ ജീവിതം, എൻ്റെ പണം, ഇത് മാത്രമായിരുന്നു യോഹന്നാൻ്റെ ചിന്താഗതി. പ്രിയപ്പെട്ടവരെ, അപ്പോൾ 12 ശിഷ്യന്മാരുടെ സ്വഭാവ രീതികൾ വ്യത്യസ്തം. അപ്പം ഞാൻ എൻ്റെ ആത്മീയ ഉപദേഷ്ടാവിനോട് ചോദിച്ചു, അച്ഛാ, അപ്പോൾ എന്താ ഉദ്ദേശിക്കണേ? അദ്ദേഹം പറഞ്ഞു, ബ്രദറെ, ജീവിതത്തിൽ ഇങ്ങനെയൊക്കെയാണ് എല്ലാവരും. പല സ്വഭാവങ്ങൾ, പല രീതികൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ബ്രദർ തൽക്കാലത്തേക്ക് ഇങ്ങനെയുള്ള ഈ സ്വഭാവക്കാരുടെ കൂടി ജീവിതത്തിൽ ഈശോയോടുള്ള ബന്ധം വർദ്ധിപ്പിക്കൂ. എന്നിട്ടൊരു കാര്യം കൂടെ പറഞ്ഞു, പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചാൽ പരിശുദ്ധാത്മാവ് ഈ പ്രശ്നങ്ങളെല്ലാം അതിജീവിക്കാൻ കൃപ നൽകും. പ്രിയപ്പെട്ടവരെ, വർഷങ്ങളെടുത്തു ഈ ആത്മീയ രഹസ്യം എനിക്ക് വ്യക്തിപരമായി മനസ്സിലാക്കാൻ. കാരണം അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഇപ്രകാരമുള്ള സ്വഭാവത്തിലുണ്ടായിരുന്ന എല്ലാവരും തന്നെ പലതരത്തിൽ ജീവിതത്തിൽ മുന്നോട്ട് നീങ്ങി. പിന്നീട് ഞാൻ ഈ പറഞ്ഞ ബ്രദറുണ്ടല്ലോ, അദ്ദേഹവും വൈദികനായി, ഞാനും വൈദികനായി. അദ്ദേഹം ഇന്നെൻ്റെ നല്ല ഒന്നാന്തരം സുഹൃത്താണ്. ഞാനിത് പറയുമ്പോൾ എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിയുടെയും ജീവിതത്തിലേക്ക് ആഗ്രഹിക്കേണ്ട കാര്യം എന്താണെന്നറിയോ? നിങ്ങളെ ഇഷ്ടമല്ലാത്തവരെ പരിശുദ്ധാത്മാവിൽ ചേർത്ത് വെച്ചാൽ അതെല്ലാം ക്രമീകരിക്കപ്പെടും.
അപ്പസ്തോല പ്രവർത്തനം നമ്മുടെ മുമ്പിൽ ഈ വലിയ ആത്മീയ രഹസ്യം പഠിപ്പിക്കുകയാണ്. പന്തക്കുസ്ത അനുഭവം ഏതാണ്? അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം അതിൻ്റെ 14-ാം തിരുവചനം. എന്നാൽ പത്രോസ് മറ്റു 11 പേരോടുമൊപ്പം എഴുന്നേറ്റ് നിന്ന്. കണ്ടോ, മറ്റു 11 പേരോടുമൊപ്പം എഴുന്നേറ്റ് നിന്നെന്ന്. പ്രിയപ്പെട്ടവരെ, അപ്പസ്തോല പ്രവർത്തന പുസ്തകത്തിൽ വായിക്കുമ്പോൾ ഈ വ്യത്യസ്ത സ്വഭാവക്കാരായിരുന്ന ശിഷ്യന്മാർ പിന്നീട് ഏക മനസ്സോടെ ഒരുമിച്ച് നിൽക്കുന്നത് പഠിക്കാൻ പറ്റും. അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം അതിൻ്റെ 1-ാം തിരുവചനം ഇങ്ങനെയാണ്: പന്തക്കുസ്താ ദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. അവരുടെ ഇടയിൽ ഞാനാണ് വലുത്, നീയാണ് വലുത് തർക്കമില്ലായിരുന്നു. ഒരേപോലെ ഒരേ മനസ്സോടെ ശുശ്രൂഷ ചെയ്തു. വീണ്ടും അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം അതിൻ്റെ 42-ാം തിരുവചനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: അവർ അപ്പസ്തോലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പം മുറിക്കൽ, പ്രാർത്ഥന എന്നിവയിൽ സദാ താല്പര്യപൂർവ്വം പങ്കുചേർന്നു. 2-ാം അധ്യായം 46-ാം തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നു: അവർ ഏക മനസ്സോടെ താല്പര്യപൂർവ്വം. കണ്ടോ, ഏക മനസ്സോടെ. 4-ാം അധ്യായം 24-ാം തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നു: അവർ ഏക മനസ്സോടെ, ഉച്ചസ്വരത്തിൽ ഏക മനസ്സോടെ എന്ന് പറഞ്ഞാൽ അപ്പസ്തോലന്മാരുടെ വ്യത്യസ്ത സ്വഭാവങ്ങളെ ചേർത്ത് വെച്ചത് പരിശുദ്ധാത്മാവാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചാൽ നിനക്കിഷ്ടമല്ലാത്തവരെ, നിന്നെ ഇഷ്ടമല്ലാത്തവരെയൊക്കെ ചേർത്ത് വയ്ക്കാൻ പറ്റും. ഇത് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാം. പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചാൽ മതി. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 15-ാം അധ്യായം അതിൻ്റെ 1-ാം തിരുവചനത്തിൽ നമ്മളെ ഇങ്ങനെ പഠിപ്പിക്കുന്നു: ബലമുള്ളവരായ നാം ദുർബലരുടെ പോരായ്മകൾ സഹിക്കുകയാണ് വേണ്ടത്, നമ്മെ തന്നെ പ്രീതിപ്പെടുത്തുകയല്ല. സെന്റ് പോൾസ് ലെറ്റർ ടു റോമൻസ് ചാപ്റ്റർ 15:7. വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 15-ാം അധ്യായം 7-ാം തിരുവചനം: ആകയാൽ ദൈവമഹത്വത്തിനായി ക്രിസ്തു നിങ്ങളെ സ്വീകരിച്ചതുപോലെ നിങ്ങൾ അന്യോന്യം സ്വീകരിക്കുവിൻ. പ്രിയപ്പെട്ടവരെ, ഇങ്ങനത്തെ ഒരു അനുഭവം കിട്ടണമെങ്കിൽ പരിശുദ്ധാത്മാവിനെ കൂട്ടിന് പിടിക്കണം. ഞാൻ ആദ്യം പറഞ്ഞ കുടുംബങ്ങൾ, കോൺവെൻറ്റ്, ധ്യാനകേന്ദ്രം ഒക്കെ ഈ പരിശുദ്ധാത്മ ശക്തിയാൽ ഇന്നും നിലനിൽക്കുന്നു. ഞാൻ ആദ്യം പറഞ്ഞ ദമ്പതികൾ, അന്ന് മുതൽ അവർ പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അത്ഭുതകരമായ സ്നേഹമാണ് ആ കുടുംബത്തിലുള്ളത്. ഞാൻ ആദ്യം പറഞ്ഞ കോൺവെൻറ്റിലെ സിസ്റ്റർ, ആ ജൂനിയർ സിസ്റ്ററും ഒരുമിച്ചൊരു ധ്യാനത്തിൽ പങ്കെടുത്തു. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്ത് വലിയ സ്നേഹമാണെന്നറിയോ? പറഞ്ഞ ധ്യാനകേന്ദ്രത്തിലെ ശുശ്രൂഷകൻ, ദൈവസ്നേഹം പ്രസംഗിക്കുന്നവൻ ശക്തമായി പരിശുദ്ധാത്മാവിനെ കൂട്ടിന് പിടിച്ചു. സ്നേഹത്തോടുകൂടെ ഇന്നും ആ ധ്യാന മന്ദിരത്തിൽ പ്രസംഗിക്കുന്നു. ഞാൻ പറഞ്ഞ ഇടവക വൈദികൻ, വലിയ വിഷമമുണ്ടായിരുന്നു, ഭാരം ഉണ്ടായിരുന്നു, പക്ഷേ പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചു. പിണങ്ങി മാറി നിന്നിരുന്നവരാണ് ഇപ്പം അച്ഛൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാർ. ഞാനിത് പറയുമ്പോൾ ഓരോ വ്യക്തിയും ചിന്തിക്കുക, എന്നെ ഇഷ്ടമല്ലാത്തവരെ, എനിക്കിഷ്ടമല്ലാത്തവരെ എങ്ങനെ കൈകാര്യം ചെയ്യാം? പരിശുദ്ധാത്മാവിൽ ചേർത്ത് പിടിക്കാം. പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും മുട്ടുകുത്തി പരിശുദ്ധാരാധനയുടെ മുമ്പിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മാവേ, സ്നേഹം തന്ന് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ആമേൻ. ആമേൻ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നും എന്നേരവും ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നും എന്നേരവും ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നും എന്നേരവും ആരാധന. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ദൈവജനമേ, നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാം. കർത്താവേ, അങ്ങേക്ക് മഹത്വം. കർത്താവേ, അങ്ങേക്ക് മഹത്വം. കർത്താവേ, ഞങ്ങളുടെ ജീവിതങ്ങളെ ഓർത്ത്, ഈ ശുശ്രൂഷയെ ഓർത്ത്, ഞങ്ങളായിരിക്കുന്ന അവസ്ഥകളെ ഓർത്ത് ദൈവമേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമേ, അങ്ങയുടെ സ്നേഹം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ, വിശുദ്ധീകരിക്കണമേ, ശക്തിയും ബലവും നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന.
പ്രൈസ് ദ ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. പ്രിയപ്പെട്ട ദൈവജനമേ, പരിശുദ്ധ അൾത്താരയിൽ കടന്നു വന്നിരിക്കുന്ന യേശു നമ്മുടെ സ്വഭാവങ്ങളെ വിശുദ്ധീകരിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്കിഷ്ടമില്ലാത്ത ഒത്തിരി പേരുണ്ട്, നമ്മളെ ഇഷ്ടമല്ലാത്ത ഒത്തിരി പേരുണ്ട്. എങ്ങനെയാണ് നമ്മൾ അവരോട് പെരുമാറുന്നത്? ഇതാ ഇന്നത്തെ തിരുവചനം പഠിപ്പിക്കുന്ന കാര്യം. മറ്റുള്ളവരെ മനസ്സിലാക്കുവാനും സ്നേഹിക്കുവാനും പരിശുദ്ധാത്മാവിൻ്റെ കൃപ നമുക്ക് വേണം. ഈ ശുശ്രൂഷ സമയത്ത് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് കണ്ണുകളടച്ചൊന്ന് ചിന്തിച്ച്, നിന്റെ ജീവിതത്തിൽ നിനക്കിഷ്ടമില്ലാതെ മാറ്റി നിർത്തിയിരിക്കുന്ന ചിലരുണ്ടല്ലോ. എന്തുകൊണ്ടാണ് അവരെ നിനക്കിഷ്ടമല്ലാത്തത്? ഒരുപക്ഷെ അവരുടെ പെരുമാറ്റമാവും, അവരുടെ പ്രവൃത്തി, അവരുടെ സംസാരം, അവരുടെ ജീവിതത്തിൻ്റെ നിലപാടുകൾ നിനക്കിഷ്ടമല്ലായിരിക്കും. അവരോട് നിനക്ക് വെറുപ്പുണ്ടോ? അവരോടുള്ള നിന്റെ നിലപാടെന്താണ്? ഈ പരിശുദ്ധ അൾത്താരയിൽ അത് സമർപ്പിക്കുക. ഈശോയെ, ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനും എന്നെ പഠിപ്പിക്കണമേ. രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് കണ്ണുകളടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എനിക്ക് ക്ഷമിക്കാനും സ്നേഹിക്കാനുമുള്ള കൃപ വേണം കർത്താവേ. ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ കരുത്തേകണേ നാഥ. ഓ ദൈവമേ, ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ. ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനും ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ നാഥ. പരിശുദ്ധാത്മാവേ, ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ. പഠിപ്പിക്കണേ. രണ്ട് കരങ്ങളും പരിശുദ്ധ അൾത്താരയുടെ നേരെ നീട്ടിപ്പിടിച്ച് സ്നേഹിക്കാൻ യേശുവേ പഠിപ്പിക്കണേ നാഥ. ക്ഷമിക്കുവാനും ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണമേ. പഠിപ്പിക്കണേ. ചേർന്ന് പാടിക്കേ. ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ നാഥ. ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ. രണ്ട് കരങ്ങളും പരിശുദ്ധ അൾത്താര നേരെ നീട്ടിപ്പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ നിന്നെ ഇഷ്ടമല്ലാത്ത ചിലരുണ്ടല്ലോ, അവരെ ഓർത്ത് പ്രത്യേകം സമർപ്പിക്കുക. ഒരുപക്ഷെ നമ്മുടെ സംസാരം, നമ്മുടെ പ്രവർത്തികൾ, നമ്മുടെ നിലപാടുകൾ മറ്റുള്ളവർക്ക് ഇഷ്ടമല്ലായിരിക്കും. ഓ ദൈവമേ, ഞാൻ മൂലം മറ്റുള്ളവരുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ അപാകതകളെയും ഓർത്ത്, എൻ്റെ സംസാരം വഴി, എൻ്റെ പ്രവൃത്തി വഴി മറ്റുള്ളവരുടെ ജീവിതത്തിൽ വരുന്ന ദുഃഖങ്ങളെ ഓർത്ത് മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ അത്ഭുതകരമായിട്ട് ഇടപെടണമേ. രണ്ട് കരങ്ങളും യേശുവിൻ്റെ നേരെ നീട്ടിപ്പിടിച്ച് നമുക്ക് ഈശോട് പറയാം, യേശുവേ, എൻ്റെ സ്വഭാവ രീതികളെ വിശുദ്ധീകരിക്കാൻ അങ്ങ് ഇടപെടണമേ. ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. യേശുവേ, ആരാധന കർത്താവേ, മഹത്വം കർത്താവേ, മഹത്വം. പ്രിയപ്പെട്ടവരെ, തുടർന്ന് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ നമ്മളായിരിക്കുന്നിടങ്ങളിൽ നമ്മൾ സ്വീകരിക്കുന്ന ഈ ആശീർവാദം നമ്മുടെ സ്വഭാവങ്ങളെ വിശുദ്ധീകരിക്കുന്ന ഒരു ആശീർവാദമാണ്. നമുക്കിഷ്ടമല്ലാത്തവരെ, നമ്മളെ ഇഷ്ടമല്ലാത്തവരെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു? പരിശുദ്ധാത്മാവിനാൽ നമ്മൾ ചേർത്ത് പിടിക്കുന്നു. ആ വലിയ ആഗ്രഹത്തോടെ ഈ ആശീർവാദം നമുക്ക് സ്വീകരിച്ച് പ്രാർത്ഥിക്കാം. നീ എന്നെ മാറ്റേണമേ, 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 നീ എന്നെ മാറ്റേണമേ. നിൻ കൃപ എന്നിൽ ചൊരിഞ്ഞിടണേ നാഥ, എന്നെ മാറ്റേണമേ.